നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സിപിഎമ്മിൽ വിമർശനം. വിസി നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയത് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കുറ്റപ്പെടുത്തൽ. തോൽവി വിശകലനം വൈകുന്നതിലും എതിർപ്പ്. സർക്കാർ ചാൻസലർ സമവായം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്ന് ഇന്നറിയാം. അതിജീവിതയുടെ പരാതിയിൽ നടിയാക്രമണ കേസിലെ രണ്ടാം പ്രതി മാർട്ടിനെതിരെ കേസ്. പേര് വെളിപ്പെടുത്തിയതിൽ നടപടി. വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും കേസെടുത്തേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാർ ജയിലിൽ തുടരും. റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. പോറ്റിയെ കെറ്റിയെ പാട്ടിൽ തുടർ നീക്കങ്ങളിലേക്ക് കടന്ന സൈബർ ക്രൈം പോലീസ്. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകും. സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുന്നതും പരിഗണനയിൽ. മസാല ബോണ്ടിൽ ഇഡിക്ക് തിരിച്ചടി. മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് സ്റ്റേ ചെയ്തു. തോമസ് ഐസക്കും കിഫ്ബി സിഇഒയ്ക്കും അയച്ച നോട്ടീസുകളും തടഞ്ഞു. അപ്പീലുമായി ഇഡി ഡിവിഷൻ ബെഞ്ച്. ജയിൽ ഡിഐജിക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. കൊടിസുനി അടക്കം ടി.പി. കേസ് പ്രതികളിൽ നിന്ന് വിനോദ് കുമാർ പണം കൈപ്പറ്റി. പരോൾ നൽകാൻ കൈക്കൂലി വാങ്ങിയത് 1,80,000 രൂപ. തൊഴിലുറപ്പ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കും. കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷം. വോട്ടെടുപ്പ് ആവശ്യപ്പെടും. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കർഷക തൊഴിലാളി യൂണിയൻ സംയുക്ത വേദി. நீங்க என்ன ட்ரை பண்ணாலும் எல்லாத்தையும் விட்டுட்டு மக்களுக்காக வந்திருக்கிற இந்த விஜய மக்கள் ஒரு நாளும் கைவிட மாட்டாங்க. மக்கள் கூடவே நிக்கிறாங்க, கூடவே நிப்பாங்கன்னு அவங்களுக்கு தெரியாம போச்சு. തമിഴ്നാട് സർക്കാരിനെ കടന്നാക്രമിച്ച് വിജയ്. വിജയമംഗലത്തെ റാലിയിൽ ഡിഎംകെയുടെ ഭരണപരാജയങ്ങൾ അക്കമിട്ട് നിരത്തി ടി.വി.കെ സ്ഥാപകൻ. കരൂർ ദുരന്തത്തിന് ശേഷം നടന്ന ആദ്യ റാലിയിൽ കർശന സുരക്ഷ. പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം തുടരുന്നു. പ്രവാസികളെ അഭിസംബോധന ചെയ്ത മോദി. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച ഉടൻ. വിശദമായ വാർത്തയിലേക്ക്. വിസി നിയമനത്തിൽ ഗവർണർക്ക് മുന്നിൽ വഴങ്ങിയ സർക്കാർ തീരുമാനത്തെ ചൊല്ലി സിപിഎമ്മിൽ വിവാദം. ഒത്തുതീർപ്പ് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ പങ്കുവച്ചു. ശൈലി മാറ്റമടക്കം വേണമെന്ന അഭിപ്രായം പല നേതാക്കൾക്കുമുണ്ടെങ്കിലും ഇക്കാര്യം യോഗത്തിൽ തുറന്നു പറയാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സമഗ്ര വിശകലനം നീട്ടിയതിലും പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ടി.ജി. സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, സിപിഎമ്മിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അസാധാരണമായ ചർച്ചകളാണ് നടക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വലിയ തിരുത്തലുകൾ വേണമെന്ന് നേതാക്കൾക്ക് നേരത്തെ തന്നെ നിലപാടുണ്ട്. തോൽവിക്ക് പിന്നാലെ ചേർന്ന ആദ്യ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇക്കാര്യങ്ങൾ വിലയിരുത്തി പരാമർശിച്ചു പോയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിസി നിയമന വിഷയത്തിൽ ഗവർണറുമായുള്ള നീക്കുപോക്കുണ്ടാവുന്നത്. അതൊരു സമവായ നീക്കമാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായി ഈ തീരുമാനം വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്ന വിമർശനമാണ് ഇപ്പോൾ പൊതുവിൽ സിപിഎമ്മിനകത്ത് ഉയരുന്നത്. ഈ തീരുമാനം തിരിച്ചടിക്കും. കാരണം പൊതുവിൽ ബിജെപിയുമായി ഒത്തുതീർപ്പ് എന്ന ആക്ഷേപം സിപിഎമ്മിനെതിരെ നേരത്തെ തന്നെ ഉയരുന്നതാണ്. ഈ തീരുമാനം കൂടി വരുന്നതോടുകൂടി അത് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കുമെന്ന അഭിപ്രായമാണ് പൊതുവിലുണ്ടായത്. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും ഇത് വലിയ ചർച്ചകളാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിനപ്പുറം ഇതിൻ്റെ വ്യാപ്തി വലുതാണ് എന്നതാണ് ഇതിൻ്റെ സാഹചര്യം. കാരണം തെരഞ്ഞെടുപ്പ് തോൽവി വേണ്ടത്ര രീതിയിൽ വിശകലനം ചെയ്തില്ല. അതിൻ്റെ തീയതി മാറ്റിവെച്ചു. ഇത് വേഗത്തിൽ തന്നെ കൈക്കൊള്ളമായിരുന്നു എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ ഇത് പരസ്യമാക്കാൻ ആരും തയ്യാറാവുന്നില്ല. CPI അടക്കമുള്ള കക്ഷികൾക്ക് മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം അടക്കം വേണമെന്ന അടിയന്തര കർശന നിലപാടുകളുണ്ട്. പക്ഷേ CPMൽ ഇത് ചില നേതാക്കളുടെ നിലപാടുകളായി മാത്രം നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പരസ്യ നിലപാടായി ഇത് കമ്മിറ്റി യോഗങ്ങളിലൊന്നും ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPMനകത്ത് ഗൗരവമുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ചില ചർച്ചകൾക്ക് ഔദ്യോഗിക സ്വഭാവമുണ്ടെങ്കിൽ കൂടിയും മറ്റു ചർച്ചകൾ നേതാക്കളുടെ പരസ്പരമുള്ള അടക്കം പറച്ചിലുകളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്ന കൂടിയാണ് സാഹചര്യം. ഇതിനിടയിലാണ് നേരത്തെ നമ്മൾ പരാമർശിച്ച ഈ വിസി വിവാദം കൂടി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഇത് വലിയ ക്ഷീണമുണ്ടാക്കും. പ്രത്യേകിച്ച്
വെറും 3 മാസം മാത്രമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും മറ്റ് നീക്കങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് ഈ ചെറിയ കാലയളവിനുള്ളിൽ വലിയ തിരുത്തലുകൾ വരുത്തി മുഖം രക്ഷിക്കുകയാണ് വേണ്ടത്. അതിനപ്പുറം വീണ്ടും വിവാദ തീരുമാനങ്ങളിലേക്ക് പോവരുത് എന്ന നിലപാട് കൂടിയാണ് പാർട്ടിക്കകത്ത് ഉയരുന്നത് എന്നതാണ് സാഹചര്യം. ഇന്നലെ ഉണ്ടായ ചർച്ചകളുടെ പ്രസക്തി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇത്തരമൊരു ചർച്ചയുണ്ടായി എന്നതാണ് സാഹചര്യം. ഇതിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിൽ കൂടിയും ശൈലി മാറ്റമെന്ന നിലപാടും ആവശ്യവും തന്നെയാണ് CPM-ൽ ഉയർന്നു വരുന്നത്. ഒരു ഘട്ടത്തിൽ അത് പരസ്യമാക്കിയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. ശരി, TG സജിത്താണ് വിശദവിവരങ്ങൾ നൽകിയത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലെ സമവായം അംഗീകരിച്ച് സുപ്രീം കോടതി. യോഗ്യരായവരെ അല്ലേ വൈസ് ചാൻസലറായി നിയമിച്ചതെന്ന് കോടതി ആരാഞ്ഞപ്പോൾ യോഗ്യതയിൽ ഒരു സംശയവുമില്ലെന്ന് ഗവർണറും സർക്കാരും കോടതിയെ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ടാണ് ഇടപെട്ടതെന്നും വരും കാലങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ ചർച്ച നടക്കട്ടെയെന്നും കോടതി പറഞ്ഞു. ഇതോടെ 2 സർവകലാശാലയിലെയും തർക്കങ്ങൾക്ക് പരിഹാരമായതായും കോടതി വ്യക്തമാക്കി. VC-മാരുടെ കാര്യത്തിൽ ഗവർണർ സർക്കാർ ഒത്തുതീർപ്പ് ജനങ്ങളെ പരിഹസിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറുമായി സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായാണ് ഒത്തുതീർപ്പ്. ഏത് സംഘപരിവാർ നേതാവിന്റെ സമ്മർദ്ദത്തിനാണ് മുഖ്യമന്ത്രി വഴങ്ങിയതെന്ന് വ്യക്തമാക്കണം. സർക്കാർ അനുകൂല വിധി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചുവടുമാറിയെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ വൈസ് ചാൻസലർ നിയമനത്തിന്റെ പേരിൽ ഗവർണർക്കെതിരായി സമരവും യൂണിവേഴ്സിറ്റിയിൽ കലാപവുമാണ് CPM ഉണ്ടാക്കിയത്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ്. ഡൽഹിയിൽ നിന്ന് ഏത് സംഘപരിവാർ നേതാവാണ് ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയെ നിർബന്ധിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. കാരണം ഡൽഹിയിൽ സംഘപരിവാർ നേതാക്കൾ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞാൽ എവിടെയും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. അങ്ങനെയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടതിന് ശേഷമാണ് പാർട്ടിയിൽ പോലും മന്ത്രിസഭയിൽ പോലും മുന്നണിയിൽ പോലും കൂടിയാലോചിക്കാതെ PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അതുപോലെ തന്നെയാണ് ഒരു കൂടിയാലോചനകളും നടത്താതെ ഏത് സംഘപരിവാർ നേതാവിൻ്റെ സമ്മർദ്ദം അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് തയ്യാറായത് എന്ന് വ്യക്തമാക്കണം അദ്ദേഹം. വിവാദമായ പോറ്റിയെ കേറ്റിയെ പാട്ടിൽ കേസെടുത്തതിന് പിന്നാലെ തുടർ നീക്കങ്ങളിലേക്ക് കടന്ന് സൈബർ ക്രൈം പോലീസ്. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുന്നതിന്റെ സാധ്യതകളും സൈബർ ക്രൈം പോലീസ് പരിഗണിക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 353 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ പാട്ട് എഴുതിയ ആൾക്കും പാടിയ ആൾക്കും അതോടൊപ്പം ഇത് പ്രചരിപ്പിച്ച CMS മീഡിയ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് 4 പേരെ പ്രതി ചേർത്തുകൊണ്ട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതായത് ഒരു പാരഡിക്കെതിരെ ഇങ്ങനെ കേസെടുക്കാമോ എന്നതായിരുന്നു ആശയക്കുഴപ്പം. അതേസമയം ഇതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് DGPക്ക് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി അയച്ച പരാതിയിൽ പറയുന്നുണ്ട്. അതേ വിഷയം തന്നെയാണ് FIR-ലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പരാതിക്കാരന്റെയും ആ വിശ്വാസ സമൂഹത്തിന്റെയും വിശ്വാസത്തെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ അയ്യപ്പ ഗാനത്തെ വികലമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നൊക്കെയായിരുന്നു പരാതി. അതുതന്നെയാണ് FIR-ലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച ആകാംക്ഷ ഏറുന്നത്. അതേസമയം അത്തരത്തിൽ ഈ ഒരു പാട്ടിന് നേരെ അങ്ങനെ ഒരു നടപടി, ഈ പാരഡിക്ക് നേരെ ഒരു നടപടി ഉണ്ടായാൽ സമാനമായ തരത്തിൽ ആക്ഷേപഹാസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടികൾ നേരത്തെയും പാരഡികളായി പ്രചരിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ വിമർശനങ്ങൾ പാരഡികളുടെ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മാത്രം കണ്ടാൽ മതി ഇതിനെ എന്ന് ഇടതുപക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. പക്ഷേ മറുവിഭാഗം
വിഭാഗമാണ് കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാട്ടിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും രണ്ടാം ഭാഗം കൂടെ പുറത്തു വരാനിരിക്കുകയാണെന്നും ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് പിന്നാലെയാണ് FIR രജിസ്റ്റർ ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ട നടപടിയായി ഈ 4 പേർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുകയായിരിക്കും സൈബർ ക്രൈം പോലീസ് നടത്തുക. അതിനുശേഷമായിരിക്കും ഇവർ ഈ പാട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച, ഇത് പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുക. എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു തുടർ തീരുമാനം അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചന. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലായിടത്തും വേണമെന്നാണ് ഇടതുപക്ഷ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എന്നാൽ വ്യക്തിയെയും സമൂഹത്തെയും വേദനിപ്പിക്കാൻ പാടില്ല. വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് ഒഴിവാക്കണം. ഇടതുപക്ഷം ഒരു ദൈവങ്ങളെയും കളിയാക്കി പാരഡി ഗാനം ഉണ്ടാക്കിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. പാരഡി ഗാനത്തിൽ കേസെടുത്തത് തീവ്ര വലതുപക്ഷ നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം. അയ്യപ്പന്റെ സ്വർണം കവർന്നതല്ല, പാരഡി ഗാനമാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് പരാജയമേൽപ്പിച്ച ആഘാതം ഇതിലൂടെ വ്യക്തമായെന്നും VD സതീശൻ പറഞ്ഞു. ഒരു തരത്തിലുള്ള ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ഇത് കേരളത്തിൽ അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ്. ഇത് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇത് നോക്കിക്കാണുന്നത്. ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന് ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്തായാലും ആ ഗാനം, ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എത്ര പേര് ഇത് പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പന്റെ സ്വർണം കവർന്നതാണോ കുറ്റം? പാരഡി ഗാന വിവാദം തള്ളി വെള്ളാപ്പള്ളി നടേശൻ. പാട്ടിന്റെയും കൂത്തിന്റെയും പുറകെ പോയിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യത്തോടെ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പാട്ട് കഥകറിയ ഒരുപാട് ആട്ടുകൾ കണ്ടു. വടകരക്കാരുണ്ടല്ലോ, ഇത് അയ്യപ്പന്റെ സ്ഥിതി നടന്ന് വിചാരിച്ച് പാടുന്നവരുണ്ട്. ഈ പാട്ടിന്റെ പുറകെ പോയി CPM പിടിക്കുന്നുണ്ടോ? അതൊക്കെ അവർക്ക് കാരണം അതെല്ലാം ഇപ്പൊ പാട്ട് കേൾക്കുമ്പോൾ സുഖം തോന്നും. അങ്ങനെ ഈ പാട്ടിന്റെയും കൂത്തിന്റെയും പുറകെ ഒന്നും ആരും പോയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഇടതിന് ഒരു കുറവോ വളരെ വലിയ തകർച്ചയോ എന്നും പറയാത്തില്ല. അത് ബാലൻസ് ചെയ്തപ്പോൾ പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ഭരണത്തെ സംബന്ധിച്ചിടത്തോളം മത്സരം അടുപ്പം നടക്കുന്നത്. അത് ആര് വരുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഇലക്ഷന് ഇടതുപക്ഷത്തിന് ക്ഷീണം വന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷം ഇന്ന് മുങ്ങിപ്പോയി എന്നൊന്നും ആരും കരുതുന്നത് ശരിയല്ല. കണക്ക് വെച്ച് തന്നെ ഞാൻ പറയാം. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ഈ വീണ്ടും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. ഇപ്പോൾ ആര് വരുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്റെ കണക്കനുസരിച്ച് അടുത്ത പ്രാവശ്യം പിണറായി തന്നെ വരും. കണക്കനുസരിച്ച്. കാരണം ഇത്രയും മോശം പരിസ്ഥിതി വന്നിട്ട് ഇങ്ങനെയല്ല കിടക്കുന്നത്. വലിയ പരിക്കില്ല എന്നാണ്. വലിയ പരിക്കില്ല. അതേ സമയത്ത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പും സിസ്റ്റം മാറി. ആ സിസ്റ്റം മാറുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് എത്ര വോട്ടിലാണ് ഓരോരുത്തരും ചെയ്യുന്നത്? 1000, 2000, 500 വോട്ടിലൊക്കെയാണ്.
ഓരോ അസംബ്ലി നിയോജകമണ്ഡലം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഏറ്റവും കൂടുതൽ നിയോജകമണ്ഡലങ്ങളുള്ള ജില്ലകളിലെല്ലാം ഇത് CPM മുമ്പിലാണ്. യാഥാർത്ഥ്യബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പഠിക്കപ്പെടണം. ഓരോരോ പത്രക്കാരായാലും മീഡിയയായാലും അവരുടേതായ മനസ്സിലിരിക്കുന്നതനുസരിച്ച് ഒന്നും വ്യാഖ്യാനിച്ച് പറയുന്നത്. അതൊക്കെ എന്തുകൊണ്ട് ഈ കാണാൻ പോണ പൂരല്ല 3 മാസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ കാണാം. കാരടിപ്പാട്ടിൽ കേസെടുത്തതിലൂടെ സിസ്റ്റത്തെ അപകടകരമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കേസിൽ പ്രതി ചേർത്തവരുടെ അഭിഭാഷകനായ മുഹമ്മദ് ഷാ. പാട്ട് അപകടകരമായി ബാധിച്ചത് കൊള്ളക്കാരെയാണ്. വരികളിൽ മതത്തെ അപമാനിക്കുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ് വിഷയം. നിയമപരമായും രാഷ്ട്രീയമായും എതിർക്കുമെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ഈ മാസം 30 വരെയാണ് റിമാൻഡ് നീട്ടിയത്. എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ 30-ന് വീണ്ടും പരിഗണിക്കും. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞു. സുപ്രീം കോടതിയാണ് അറസ്റ്റ് തടഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നടപടി. ജയിൽ DIG വിനോദ് കുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. TP കേസ് പ്രതികളായ അണ്ണൻ സിജിത്തിന്റെയും കൊടിസുനിയുടെയും ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ കുപ്രസിദ്ധ കേസുകളിലെ തടവുകാരുടെ പരോളിനായി വിനോദ് കുമാർ ഗൂഗിൾ പേ വഴി പണം കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. 1,80,000 രൂപയാണ് ഓൺലൈൻ ഇടപാടുകളിലൂടെ വിനോദ് കുമാറിന്റെ അക്കൌണ്ടിൽ എത്തിയത്. വിനോദിന്റെ ഭാര്യയുടെ അക്കൌണ്ടിലേക്ക് പണം എത്തിയതായും വിജിലൻസ് സ്ഥിരീകരിച്ചു. ജയിൽ DIG വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്ന തെളിവുകളാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസിന്റെ പൂജപ്പുരയിലെ SIU-1 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഗൂഗിൾ പേയിലൂടെ വിനോദ് കുമാറിന്റെ അക്കൌണ്ടിലേക്കും വിനോദ് കുമാറിന്റെ ഭാര്യയുടെ അക്കൌണ്ടിലേക്കും കുപ്രസിദ്ധ തടവുകാർക്ക് പരോൾ ലഭിക്കുന്നതിനായി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത്തരത്തിലുള്ള പട്ടികയിൽ TP കേസിലെ പ്രതികളായ കൊടിസുനിയും TP കേസിലെ 6ാം പ്രതിയായ അണ്ണൻ സിജിത്തും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഒന്നുകിൽ ഇവർക്ക് പരോൾ ലഭിക്കുന്നതിന് തൊട്ടു മുമ്പോ അതല്ല എങ്കിൽ പരോൾ ലഭിച്ചതിന് ശേഷമോ ഇവരുടെ ബന്ധുക്കൾ മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ ആണ് ഈ അക്കൌണ്ടുകളിലേക്ക് ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്ന് DIG വിനോദ് കുമാറിന്റെ ഗൂഗിൾ പേ അക്കൌണ്ടിലേക്ക് പണം എത്തിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ. അതോടൊപ്പം 2 ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ കയ്യിൽ നിന്നും ഒരു റിട്ടയർഡ് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്നും സമാനമായ തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് വിനോദ് കുമാർ എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1,80,000 രൂപ ഗൂഗിൾ പേയിലൂടെ വിനോദ് കുമാറിന്റെ മാത്രം അക്കൌണ്ടിലേക്ക് എത്തിയതിന്റെ വിവരങ്ങളാണ് വിജിലൻസ് ശേഖരിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ വിനോദ് കുമാറിന്റെ ഭാര്യയുടെ അക്കൌണ്ടിലേക്കും പണം എത്തിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയെന്ന് വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വിനോദ് കുമാറിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ വിശദമായി ശേഖരിച്ചുകൊണ്ട് എത്ര കാലമായി ഇത്തരത്തിൽ പണം സ്വീകരിക്കുന്നുണ്ടായിരുന്നു തടവുകാർക്ക് പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി എന്ന് കണ്ടെത്തുന്നതിനുള്ള വ്യാപകമായ പരിശോധനയാണ് വിജിലൻസ് ആരംഭിച്ചിരിക്കുന്നത്. വിനോദ് കുമാറിനെതിരെ കടുത്ത നിയമ നടപടികളിലേക്കും വകുപ്പ് തല നടപടികളിലേക്കും വഴിവെക്കാവുന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായ തെളിവുകളോടെയാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് വിജിലൻസ് ആസ്ഥാനത്ത് നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി തേടി വിജിലൻസ് പരിശോധന തുടങ്ങിയത്. ആ പരിശോധനയിൽ വിനോദ് കുമാറിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങളടക്കം വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് ഈ ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട കേസുകളിലെ പ്രതികൾക്ക് ജയിലിനുള്ളിൽ സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നതിനും അതോടൊപ്പം കൃത്യമായ ഇടവേളകളിൽ പരോൾ അനുവദിച്ച് പുറത്തിറങ്ങുന്നതിനും കൈക്കൂലി വാങ്ങിയിരുന്നു വിനോദ് കുമാർ. ഓൺലൈൻ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 1,80,000 രൂപയുടെ വിശദാംശങ്ങൾ ഈ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര നാളായി ഇങ്ങനെ പണം കൈപ്പറ്റിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പട്ടികയിലെ ഏറ്റവും കുപ്രസിദ്ധരായ 2 പേരാണ് TP കേസ് പ്രതികളായ അണ്ണൻ സിജിത്തും അതോടൊപ്പം കൊടിസനയും. സമാനമായ തരത്തിൽ
മറ്റ് വലിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്നവർക്കും സമാനമായ തരത്തിലുള്ള സഹായം വിനോദ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. അതോടൊപ്പമാണ് 2 ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ കയ്യിൽ നിന്നുകൂടി പണം കൈപ്പറ്റിയിട്ടുണ്ട്. നിലവിൽ അവർ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരാണ്. അവർ ഇദ്ദേഹത്തിന് പണം കൈമാറാനുണ്ടായ സാഹചര്യം എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ പക്കൽ നിന്ന് ഈ പണം കൈപ്പറ്റിയത്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം എത്തും. മാത്രമല്ല ഇത് DIG വിനോദ് കുമാറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ക്രമക്കേടാണോ, അതിനപ്പുറത്തേക്ക് ജയിൽ വകുപ്പിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് സമാനമായി ഇത്തരത്തിൽ ഈ കൈക്കൂലി കൈപ്പറ്റുന്നതിൽ പങ്കുണ്ടോ, ഈ സാമ്പത്തിക വിഹിതം ലഭിച്ചിരുന്നോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിജിലൻസിന്റെ അന്വേഷണം നീളുമെന്നാണ് ലഭിക്കുന്ന സൂചന. കിഫ്ബി മസാല ബോണ്ടിൽ EDക്ക് തിരിച്ചടി. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി TM തോമസ് ഐസക് എന്നിവർക്ക് ED നൽകിയ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 3 മാസത്തേക്കാണ് സ്റ്റേ. മുഖ്യമന്ത്രിയുടെ ഹർജി പരിഗണിച്ചാണ് നടപടി. കിഫ്ബിക്കെതിരായ ഹർജിയിൽ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തെങ്കിലും വ്യക്തിഗത നോട്ടീസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഹർജി സമർപ്പിച്ചത്. ദിലീപിനെതിരായ ഗൂഢാലോചന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു സൗണ്ട് തോമ ലൊക്കേഷനിലെ പൾസർ സുനിയുമായുള്ള കൂടിക്കാഴ്ച. ലൊക്കേഷനിലെ പ്രാദേശിക വിഷയം പരിഹരിച്ചത് സുനിയാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രശ്നം പരിഹരിച്ചത് പോലീസാണെന്നാണ് ഉത്തരവിലുള്ളത്. നിർണായക സാക്ഷിയായ പുരുഷോത്തമന്റെ മൊഴിയിലെ വൈരുദ്ധ്യവും വാദിഭാഗത്തിന് പിടിവള്ളിയായി. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന ഗൂഢാലോചനാവാദം സൗണ്ട് തോമസ് സിനിമയുടെ സെറ്റിൽ വെച്ച് ആണ് പൾസ് സുനിയെ 8ാം പ്രതി ദിലീപ് കാണുന്നത് എന്നാണ്. ആ സൗണ്ട് തോമയുടെ സെറ്റിൽ വെച്ച് ആലപ്പുഴയിൽ നടന്ന ഷൂട്ടിങ്ങിനിടെ അവിടെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു, ചില ഗുണ്ടകളുമായി പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പൾസ് സുനിയാണ്. അങ്ങനെയാണ് ദിലീപ് പൾസ് സുനി എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നതും ആളെ കാണുന്നതും ഈ നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പിന്നീട് പൾസ് സുനിയുമായി ഷെയർ ചെയ്യുന്നതും ആ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പക്ഷേ പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ തെളിയിക്കാനായില്ല എന്നാണ് വിധിന്യായത്തിൽ കോടതി പറയുന്നത്. പ്രത്യേകിച്ചും സൗണ്ട് തോമയുടെ ലൊക്കേഷനിൽ കൃത്യമായി പറഞ്ഞാൽ പുരുഷോത്തമൻ എന്ന് പറയുന്ന PW 48 ഈ സാക്ഷിയെ വിസ്തരിക്കുന്ന സാഹചര്യത്തിൽ പുരുഷോത്തമൻ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പറയുന്നതല്ല പിന്നീട് വിചാരണ കോടതിയിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ പൾസ് സുനിയും താനും ഒരേ റൂമിലായിരുന്നു താമസിച്ചിരുന്നത്, റൂം ഷെയർ ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഹോട്ടൽ ആർക്കേഡിയയിൽ ദിലീപിനൊരു റൂം ഉണ്ടായിരുന്നുവെന്നും ഇവിടെയായിരുന്നു സൗണ്ട് തോമയുടെ ലൊക്കേഷൻ ആളുകളെ താമസിപ്പിച്ചിരുന്നതും നടൻ മുകേഷ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. നടൻ മുകേഷ് ഡ്രൈവറായാണ് പൾസ് സുനി ആ സമയത്ത് ജോലി ചെയ്തതെന്നും പൾസ് സുനി അതുകൊണ്ടാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്താനുണ്ടായ സാഹചര്യമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. ആ സമയത്ത് പ്രൊഡക്ഷനിലെ വാഹനമായിരുന്നു താൻ ഉപയോഗിച്ചിരുന്നതെന്നാണ് മുകേഷ് പറയുന്നത്. ഈ കാലഘട്ടം തനിക്ക് ഓർമ്മയില്ല, പക്ഷേ പൾസ് സുനി തന്റെ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ട്, തന്നോടും കുടുംബാംഗങ്ങളോടും വളരെ മാന്യമായാണ് അദ്ദേഹം പെരുമാറിയതെന്നാണ് മുകേഷ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ്. എന്നിരുന്നാലും മുകേഷും ഈ സമയത്ത് വ്യക്തമാക്കുന്ന മുകേഷിന്റെ മൊഴിയും അതുപോലെ പൾസ് സുനിയോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷോത്തമൻ എന്ന ആളിന്റെ മൊഴിയും ചേർത്ത് വായിക്കുമ്പോൾ പ്രോസിക്യൂഷൻ വാദം തെറ്റാണ്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ഈ വാദം തെളിയിക്കാനായിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല മുകേഷിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആദ്യഘട്ടത്തിൽ പുരുഷോത്തമൻ എന്ന് പറയുന്നു, പിന്നീട് അത് ഹെയർ ഡ്രസ്സർ ആണെന്ന് പറയുന്നു, അതിനുശേഷം മേക്കപ്പ് അസിസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ അതായത് ഈ പുരുഷോത്തമൻ എന്ന ആളുടെ ജോലിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു കോടതിയിൽ പല ഘട്ടങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം സൗണ്ട് തോമയുടെ ക്രെഡിറ്റ് ലൈനിൽ ഒരിടത്തു പോലും ഈ പുരുഷോത്തമന്റെ പേരില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ ക്രൂവുമായി ചേർന്ന് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നെങ്കിൽ അത് ഉണ്ടാകേണ്ടതായിരുന്നു, അതില്ല എന്നും കോടതി പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഉന്നയിക്കപ്പെട്ട ഗൂഢാലോചന ഈ സൗണ്ട് തോമയുടെ ലൊക്കേഷനിൽ നിന്ന് ആരംഭിച്ചതാണ്. അതും 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചുണ്ടായ തർക്കം. ആ തർക്കത്തെ തുടർന്നാണ് ഈ നടി വിവാഹിതയായി പോകുന്നതിന് മുൻപ് തന്നെ അവർക്ക് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും അങ്ങനെയാണ് എന്നുള്ളതാണ് ആരോപണം. ആ ഗൂഢാലോചന തെളിയിക്കാൻ ആദ്യമായി മുന്നോട്ട് വെച്ച് സൗണ്ട് തോമയുടെ ആലപ്പുഴയിൽ നടന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, ഈ ഗൂഢാലോചന ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ പൾസ് സുനി ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ സുനി സിനിമാ ബന്ധമുള്ള ആളാണ്, സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വന്നിരുന്ന ആളായതുകൊണ്ട് പല സെറ്റുകളിലും സുനിയെ കണ്ടിരിക്കാം. പക്ഷേ സുനി അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള രേഖകൾ അത് മതിയാകില്ല എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ചും പൾസ് സുനിയും
ഈ ഗുണ്ട പ്രശ്നം പരിഹരിച്ചതിന് ശേഷം സുനി ഗുണ്ട എന്ന് പറയുന്ന ഒരു റെസിപ്റ്റ് നമ്പർ 57 ആണ് ആ റെസിപ്റ്റിൻ്റെ നമ്പർ. അതേസമയം ആ റെസിപ്റ്റാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. സുനി ഗുണ്ട 650 രൂപ എന്നുള്ളതാണ് പേയ്മെൻറ്റ് റെസിപ്റ്റ്. ആ റെസിപ്റ്റിന് മുൻപോട്ടും പിന്നോട്ടുമുള്ള റെസിപ്റ്റുകളെല്ലാം കോടതിയിൽ പ്രതിഭാഗം വക്കീൽ ഹാജരാക്കുന്ന സാഹചര്യമുണ്ടായത്. 57 നമ്പറെങ്കിൽ 56 മുതൽ മുന്നോട്ടുള്ള റെസിപ്റ്റുകളിലും 59 മുതൽ പിന്നോട്ടുള്ള റെസിപ്റ്റുകളിലുമെല്ലാം ഇത്തരത്തിൽ ഗുണ്ട ജൂനിയർ ആർട്ടിസ്റ്റ് ബിനീഷ് ഗുണ്ട ജൂനിയർ ആർട്ടിസ്റ്റ് ഇത്തരത്തിലാണ് ആ റെസിപ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലമാണ്, അല്ലെങ്കിൽ ഗുണ്ട സെറ്റപ്പിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ജൂനിയർ റെസിപ്റ്റാണ് ഇവിടെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഈ കാര്യത്തിലും പ്രോസിക്യൂഷന് അതിൽ വ്യക്തതയുണ്ടായില്ല. അതേസമയം ഈ ലോക്കൽ ഗുണ്ടകളുമായി ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചത് പൾസർ സുനിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലോസ് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ലോക്കൽ പോലീസ് ആയിരുന്നല്ലോ ഇത് ഈ പ്രശ്നം പരിഹരിച്ചത്. അതിൻ്റെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെയുണ്ട്. എല്ലാ രേഖകളും കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബൈജു പോലോസിന് അത് കൃത്യമായി പൾസർ സുനിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദിലീപും ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യം ആരോപിക്കാൻ വേണ്ടി ഈ സൗണ്ട് തോമയുടെ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങളായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്ന്, ഈ PW48 പുരുഷോത്തമനെ വിസ്തരിച്ച സാഹചര്യത്തിലുണ്ടായിരുന്ന മൊഴിയിലെ അപാകതകൾ, പാകപ്പിഴകൾ, 2 ഈ റെസിപ്റ്റ്, ഈ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വിധി പകർപ്പിൽ കോടതി കൃത്യമായി പറയുന്നുണ്ട് ഈ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ പ്രതി മാർട്ടിനെതിരെ കേസെടുത്ത പോലീസ്. തൃശൂർ സിറ്റി പോലീസാണ് കേസെടുത്തത്. പേര് വെളിപ്പെടുത്തുന്നതും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വീഡിയോ മാർട്ടിൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. മാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും കേസെടുത്തേക്കും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. അടുത്ത മാസം 7 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. കേസ് ജനുവരി 7 വീണ്ടും പരിഗണിക്കും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ആശ്വാസം ആണ് രാഹുലിന് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഘട്ടത്തിൽ 7 വരെ ആണ്, അടുത്ത മാസം 7 വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജനുവരി 7-നാണ് കേസ് വീണ്ടും പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഇന്ന് വരെയായിരുന്നു അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അടുത്ത മാസം 7 വരെ കേസ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമായ നടപടിയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി, അതായത് ജനുവരി 7-ാം തീയതിയാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അതുവരെ തടഞ്ഞ നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഇന്ന് കോടതിയിൽ സംഭവിച്ച ഈ വിഷയത്തിൽ വാദം കേൾക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്നും അതുമാത്രമല്ല പരാതിക്കാരിക്കെതിരായ തെളിവുകൾ പരിഗണിച്ചില്ലെന്നുമാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുലിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ വാദം ഇന്ന് കോടതി കേട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കുന്ന ഹർജി തള്ളുന്ന സാഹചര്യത്തിലാണ്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കുന്ന സാഹചര്യമായിരുന്നു, അങ്ങനെ ആയിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് സെഷൻസ് കോടതി വഴി വേണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ. അങ്ങനെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി എത്തുകയും അത് തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് ഇത് മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് അപ്പീലുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത്. 2026 7-ാം തീയതി, ജനുവരി 7-ാം തീയതി ആണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. 2026 ജനുവരി 7-നാണ് പരിഗണിക്കുക. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്ന നടപടിയാണ്. എന്തായാലും 2 കേസുകളിലും ഈ ആനുകൂല്യം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട്. മുൻപ്
നേരത്തെയുള്ള കേസ് കോടതി പരിഗണിക്കുമ്പോൾ അത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതി അപ്പീൽ നൽകിയിട്ടുണ്ട്. അതിന്റെ വാദവും അവധിക്കാലത്തിന് ശേഷം കോടതി കേൾക്കും. എന്തായാലും രണ്ടും ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഒരു 2 ആഴ്ച സമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മിനിമം 2 ആഴ്ച സമയം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ 3 ആഴ്ച സമയവും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. നാളെയാണ് വിധി പറയുക. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. കേസിൽ 1ാം പ്രതിയും യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവുമായ രഞ്ജിത പുളിക്കലിന്റെ ജാമ്യാപേക്ഷയിലും നാളെ വിധി പറയും. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. PT കുഞ്ഞുമുഹമ്മദിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം കോടതി രേഖപ്പെടുത്തിയിരുന്നു. ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നാണ് PT കുഞ്ഞുമുഹമ്മദ് വ്യക്തമാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലൈംഗികാരോപണം നേരിടുന്ന PT കുഞ്ഞുമുഹമ്മദിനെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് WCC. നടപടിയെടുക്കുന്നതിനുള്ള മെല്ലെപ്പോക്ക് ആശങ്കാജനകവും പ്രതിഷേധാർഹവുമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നീതിയുക്തമായ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും WCC ആവശ്യപ്പെട്ടു. ബ്ലോഗർ മുകേഷ് M. നായർക്കെതിരായ പോക്സോ കേസ് നിലനിൽക്കില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി റീൽസ് ചിത്രീകരിച്ചെന്നും അനുമതിയില്ലാതെ ദേഹത്ത് സ്പർശിച്ചെന്നുമായിരുന്നു പെൺകുട്ടിയുടെ പരാതി. കോവളം പോലീസാണ് കേസിൽ അന്വേഷണം നടത്തിയത്. കോവളത്തെ റിസോർട്ടിൽ വെച്ച് നടന്ന റീൽസ് ചിത്രീകരണത്തിനിടെ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയെന്നായിരുന്നു ബ്ലോഗർ മുകേഷ് M. നായർക്കെതിരായ പരാതി. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കോവളം പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോക്സോ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. തുടർന്ന് പരാതിക്കിടയാക്കിയ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും വിശദമായി പരിശോധിച്ചതിന് പുറമെ സാക്ഷിമൊഴികൾ കൂടി കണക്കിലെടുത്താണ് പോക്സോ വകുപ്പുകൾ കേസിൽ നിലനിൽക്കില്ലെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം ആരോപണ വിധേയനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന മറ്റു വകുപ്പുകൾ നിലനിൽക്കുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ടാണ് 15കാരി ഉൾപ്പെടെയുള്ള യുവതികളും ഒന്നിച്ച് മുകേഷ് M. നായർ പരാതിക്കിടയാക്കിയ റീൽസ് വീഡിയോ ചിത്രീകരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന VBG റാംജി ബിൽ ലോക്സഭയിൽ പാസാക്കി. മന്ത്രിയുടെ മറുപടി പ്രസംഗം നടക്കുന്നതിനിടെ ബിൽ വലിച്ചുകീറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ബഹളത്തിനിടെ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. बेनी बैनन, शशिकांत सेंथिल, हाई बीडन, अब्दुल रशीद शेख, इकरा चौधरी, इन सभी मान्य सदस्यों ने विभिन्न खंडों पर अपने अपने संशोधन दिए हैं. अगर वे प्रस्तुत करना चाहते हैं तो अपनी सीट पर चला जाए, अन्यथा मैं सभी खंडों को एक साथ ले रहा हूँ. विधेयक पर विचार करने तो प्रस्ताव स्वीकृत किया जाए. जो सदस्य इसके पक्ष में आ गए हैं, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्षवा विधेयक पर विचार करने को प्रस्ताव को स्वीकृत किया. अब सभा विधेयक पर खंडवार विचार करेगी. प्रश्न ये कि खंड 2 से 37 विधेयक का കൂടുതൽ വിവരങ്ങളുമായി രാകേഷാണ് ചേരുന്നത്. രാകേഷ്, വലിയ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും ആ ബില്ല് ലോക്സഭ കടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, VBG റാംജി ബിൽ ഇപ്പോൾ ലോക്സഭ കടന്നിരിക്കുകയാണ്. ഇന്ന് 12 മണിക്ക് ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ തന്നെ KC വേണുഗോപാൽ ഇടപെടുകയും ഈ ബില്ല് ചർച്ച നീട്ടിവെക്കണം, പ്രത്യേകിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിൽ സ്പീക്കറുടെ ഇടപെടലുണ്ടായി. സ്പീക്കർ പറഞ്ഞത് ഇന്നലെ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടന്നതാണ്. ഏതാണ്ട് 10 മണിക്കൂറിലധികം ചർച്ച നടന്നു. മാത്രവുമല്ല പുലർച്ചെ 1:35 വരെ സഭ സമ്മേളിച്ചതാണ്. പറയാനുള്ളവർക്കെല്ലാം തന്നെ അവസരം ലഭിച്ചതാണ്. അപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന കാര്യം സ്പീക്കർ അറിയിച്ചു. തുടർന്നാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പ്രസംഗം ആരംഭിച്ചത്. ഏതാണ്ട് 40 മിനിറ്റ് നേരമാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടി പ്രസംഗം നീണ്ടു നിന്നത്. പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആദ്യം നടുത്തളത്തിറങ്ങിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. മാത്രവുമല്ല ഈ ഘട്ടത്തിൽ ബില്ലിന്റെ കോപ്പി കീറിയെറിഞ്ഞുകൊണ്ടും
ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ശിവരാജ് സിംഗ് ചൗഹാൻ ആകട്ടെ ഈ മറുപടി പറഞ്ഞത് ഏതാണ്ട് പിന്നിലേക്ക് ഇറങ്ങിയെന്ന്, ഏതാണ്ട് 2 or 3 റോ പിന്നിലേക്ക് ഇറങ്ങി എന്നുകൊണ്ടാണ് മറുപടി പറയുകയും ചെയ്തത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് കോൺഗ്രസിനെ അടക്കം വലിയ വിമർശനം അദ്ദേഹം നടത്തി. ഒപ്പം തന്നെ ഈ ബില്ലിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതായത് മഹാത്മാഗാന്ധിയുടെ പേരല്ല പലപ്പോഴും കോൺഗ്രസ് സർക്കാരുകൾ പല പദ്ധതികൾക്കും നൽകിയിരുന്നത്, മറിച്ച് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ തന്നെ പേരുകളാണ് പല പദ്ധതികൾക്കും കോൺഗ്രസ് നൽകിയെന്ന വിമർശനം അദ്ദേഹം നടത്തി. മോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ മഹാത്മാഗാന്ധി ഇപ്പോഴും ജീവിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. കൂടാതെ ബില്ലിന്റെ നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഏതായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുകയായിരുന്നു. തുടർന്ന് ശബ്ദ വോട്ടോടുകൂടിയാണ് ഇപ്പോൾ ഏതായാലും ലോക്സഭ ഈ ബില്ല് കടന്നിരിക്കുന്നത്. അശ്വതി രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താനൊരു വർഗീയവാദിയാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു നടക്കുന്നത്. തന്നെ ദേശീയവാദിയായി കൊണ്ടു നടന്ന കാലമുണ്ടായിരുന്നു. ജാതി ചിന്ത തന്റെ മനസ്സിലില്ലെന്നും ജാതി വിവേചനം കാണിക്കുമ്പോൾ ആ ചിന്ത ഉണ്ടാകാറുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലീഗ് മലപ്പുറം പാർട്ടിയാണെന്നും ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവും ആണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. എന്റെ ഓരോ വാക്കിനും അവിടെ ഇവിടെയുള്ള അടർത്തിയെടുത്തുകൊണ്ട് മതവിദ്വേഷമെന്ന് വരുത്തി മീഡിയകളും ഉപയോഗിച്ചുകൊണ്ടും എന്നെ തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊന്ന് ആലോചിക്കണം, കേരളത്തിലെ 150ഓളം യൂണിയനുണ്ട്, 7000 മേൽ ശാഖയുണ്ട്. ഇതിൽ 10 യൂണിയനെങ്കിലും എനിക്കെതിരായ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? വേണ്ട. 7000 മേൽ ശാഖകളുണ്ടല്ലോ. ഇവരും വേറെ ഇവരുടെ ചിങ്കിടികളും പലരും ഉണ്ടല്ലോ. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി ലത്തീൻ സഭ. ലത്തീൻ വിഭാഗം കൂടുതലുള്ള മേഖലയാണ് കൊച്ചിയെന്നും കൗൺസിലർമാരിൽ പലരും സമുദായ അംഗങ്ങളാണെന്നുമാണ് സഭയുടെ വാദം. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ എന്നീ പേരുകളിൽ കോൺഗ്രസ് രണ്ടഭിപ്രായത്തിൽ നിൽക്കവെയാണ് പരസ്യമായ അവകാശവാദം ഉന്നയിച്ച് സഭയും രംഗത്തെത്തിയിരിക്കുന്നത്. മേയറെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. കേരളത്തിലെ കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ലത്തീൻ സമുദായത്തിന് വളരെ നിർണായകമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്കർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. വരാപ്പുഴ, കൊച്ചി, ആലപ്പുഴ എന്നീ രൂപതകളുടെ പ്രബലമായ ലത്തീൻ രൂപതകളുടെ സ്വാധീനം വളരെ അധികമുള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. ഈ പ്രദേശത്ത് ലത്തീൻ കത്തോലിക്കർ കൂടുതൽ താമസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ അർഹമായ പങ്കാളിത്തവും നേതൃത്വവും പ്രാതിനിധ്യവും വേണമെന്നൊരാഗ്രഹം സ്വാഭാവികമായും സമുദായങ്ങൾക്കുണ്ടാവാം. ആ രീതിയിലുള്ളൊരു ആഗ്രഹവും ആവശ്യവും മുന്നണി UDFിൻ്റെ മുൻപിൽ ഞങ്ങൾ വച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, കൊച്ചി മേയർ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ നിൽക്കുകയാണ് നേതൃത്വം. ആ സമയത്ത് ഇപ്പോൾ ലത്തീൻ സഭ കൂടി അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ്. ലത്തീൻ സഭയും ഇതിൽ വളരെ വ്യക്തമായ രീതിയിൽ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നതാണ്. കൊച്ചിയിൽ തങ്ങൾക്ക് ആനുകൂല്യമുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് സമുദായ അംഗങ്ങളെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മേയറായി തന്നെ പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സഭ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളതായി ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മേയർ സ്ഥാനം സംബന്ധിയായ കാര്യങ്ങളിൽ. അതിൽ സമുദായ അംഗം എന്ന രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുന്നത് ഒന്ന് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യുവും മറ്റൊന്ന് VK മിനിമോളുമാണ്. ഇവർ രണ്ടുപേരുമാണ് സമുദായ അംഗം എന്ന രീതിയിലേക്ക്, ലത്തീൻ സമുദായ അംഗം എന്ന രീതിയിലേക്ക് സഭ മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടുപേർക്കും ഒരേ പ്രാധാന്യം നൽകുന്നു എന്നതാണ് സഭ നടത്തിയിരിക്കുന്ന ഒരു ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഷൈനി മാത്യുവിനെ മുൻപ് അത്തരം ഒരു പരിഗണനകൾ നേരത്തെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ അതിനുശേഷം പാർട്ടിയിൽ അത്ര സജീവമല്ലാതെ വരുന്നു. പിന്നീട് ഇപ്പോൾ ജയിച്ച വീണ്ടും കൗൺസിൽ സ്ഥാനത്തേക്കെല്ലാം വരുമ്പോൾ ഒരു കൂടുതൽ സാധ്യത, കുറച്ചുകൂടി സാധ്യതാരീതിയിൽ വരുമ്പോൾ VK മിനിമോളിലേക്ക് ചില സൂചനകൾ വരുന്നു എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ 3 ടേമുകളായി കൗൺസിൽ സ്ഥാനത്ത് കഴിഞ്ഞ 3 ടേമുകളായി അവർ നിലവിലുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ സഭയുടെ കൂടി ഒരു പിന്തുണ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് VK മിനിമോൾക്ക് അതൊരു അധിക പിന്തുണ എന്ന രീതിയിലേക്ക് കാണേണ്ടി വരും. കാരണം കൂടുതൽ കാലം കൗൺസിലായിരുന്ന ഒരു പശ്ചാത്തലം കൂടി പാർട്ടി പരിഗണിക്കുമ്പോൾ
അവർക്ക് മഹിളാ കോൺഗ്രസിലുള്ളൊരു പ്രാധാന്യം പരിഗണിക്കുമ്പോൾ ഇപ്പോൾ സഭ കൂടി ഇത് രണ്ടുപേരും തങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്, നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന രീതിയിലാണ് നിർദ്ദേശമെങ്കിൽ അതൊരു പരോക്ഷമായൊരു ഗുണം വി.കെ. മിനിമോൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദീപ്തി മേരി വർഗീസ സഭയുടെ ഒരു സഭാ സമുദായാംഗമല്ല. അതുകൊണ്ട് തന്നെയും ഈ രണ്ട് പേരുകളിലേക്ക് സഭ ചുരുങ്ങുകയാണ്. എന്തായാലും വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗമിക്കുന്നു. 3 പേരുകൾ ഇപ്പോൾ നേരത്തെ അത്ര കണ്ട് സജീവമല്ലായിരുന്ന ഷൈനി മാത്യുവിൻ്റെ പേര് ഇപ്പോൾ സഭ ഔദ്യോഗികമായിട്ട് തന്നെ 2 പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന് ഷൈനി മാത്യുവിൻ്റെ പേര് കൂടിയാകുമ്പോൾ അത് ചർച്ചകളിലേക്ക് വീണ്ടും ആ പേര് കൂടി ഇടം നേടുന്നു. വി.കെ. മിനിമോളുടെ പേരിന് ഒന്നുകൂടി പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും കോൺഗ്രസിന് മുന്നിൽ ഈ ചർച്ച എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള തലവേദനകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദീപ്തി മേരി വർഗീസ് ആ പാർട്ടിയിലൂടെ പാർട്ടിയിലെ ഒരു സ്വാധീനവും അവരുടെ ഒരു പ്രായോഗികതയുമെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സഭ മറ്റ് 2 പേർക്കും വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് എന്നത് തലവേദനകളിലേക്ക് കോൺഗ്രസിന് നീങ്ങുകയാണ്. ശരി ഡാനി. പാലക്കാട് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തിനായി ബി.ജെ.പിയിൽ പിടിവലി. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി. കൃഷ്ണകുമാറിന്റെ ഭാര്യയെ ചെയർപേഴ്സൺ ആക്കാനാണ് ശ്രമം. കൂടാതെ എം. സുനിലിനെയും കൃഷ്ണകുമാർ പക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണകുമാറിന്റെ നീക്കങ്ങൾക്കെതിരെ എതിർവിഭാഗം രംഗത്ത് വന്നു. ബി.ജെ.പി സംസ്ഥാന ട്രഷറർ ഇ. കൃഷ്ണദാസിനെ ചെയർമാനാക്കണമെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. വൈസ് ചെയർമാനെ ചൊല്ലിയും തർക്കം തുടരുകയാണ്. ആര്യ രാജേന്ദ്രനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. ആര്യയ്ക്ക് അധികാരത്തിന്റെ ധാർഷ്ട്യം, അധികാരത്തിലിരുന്ന് ഞെളിയരുത്. പൊതുപ്രവർത്തനത്തിന്റെ പൊതുശൈലി ആര്യയിൽ ഉണ്ടായില്ല. ആളുകളോടുള്ള പെരുമാറ്റം മോശമാണ്. കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിൽ അടക്കം വീഴ്ച പറ്റിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ അവിടുത്തെ ചെയർപേഴ്സൺ ഉണ്ടല്ല, മേയർ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുതാണ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പൊക്കിയല്ല. പുള്ളിക്കാരൻ വളരെ പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിൻ്റെ ദോഷം അവിടെ ഉണ്ടായിരുന്നു. ആളുകളുടെ പെരുമാറ്റം മോശം. ഒരു വണ്ടി വന്നപ്പോൾ ആ ഡ്രൈവറെ പിടിച്ച് നിർത്തിക്കൊണ്ട് കേസെടുത്തില്ലേ? അത് അധികാരത്തിൻ്റെ ദാർഢ്യമല്ലേ? അധികാരത്തിലിരിക്കുന്നവരൊന്നും വിനയമല്ലേ വേണ്ടത്? ആ വിനയം കാണിക്കാതെ പ്രായത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ദാർഢ്യവും അഹങ്കാരവും അത് വളരെ ചർച്ചാ വിഷയമാകുകയും അത് ഇന്നും ലൈവായിട്ട് നിൽക്കുകയും ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു. ആ കൊച്ചി കുറേ കൂടെ പൊതുപ്രവർത്തനത്തിൽ വളയാനെന്ന് നിലയിരുന്നു. വളയണം. ആ പൊതുപ്രവർത്തനത്തിൻ്റെ പൊതുശൈലി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, ഭരണം എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ചെയ്തു വന്നു, നല്ല കാര്യങ്ങൾ ചെയ്തു വന്നു. എത്രയോ കോടി രൂപയാണ് അവിടുന്ന് ഇവിടുന്ന് കടമെടുത്താണെങ്കിലും ഈ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അത് വേണ്ടത്ര താഴെ തലങ്ങളിൽ അത് അറിയിക്കാൻ ഇതിൻ്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അതിനെല്ലാം ഉപരി ഈ കുറേ മസിൽ പിടുത്തം ഉണ്ട്. പണ്ടത്തെ കാലമല്ല. ആളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും സ്വന്തം മക്കളോട് പോലും വിനയമായിട്ടൊക്കെ പെരുമാറിയാലേ മക്കൾ പോലും എല്ലാവരും പോടാ വെച്ചാന്ന് പറഞ്ഞ് പോണ കാലമാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, എത്രയോ കാരണം അവരുടേതായ പെരുമാറ്റത്തിൻ്റെ താഴെത്തട്ടില് കുറേ കൂടെ വിനയമായി മര്യാദയായിട്ടും കൂടെ പെരുമാറിയാൻ തയ്യാറായാൽ ഇതിനേക്കാളും മെച്ചമാണ്. പിന്നെ മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിമാർ പറയാൻ പിന്നെ എല്ലാം ഞാൻ പറയാം. കഴിഞ്ഞ മന്ത്രിമാരെടുത്തുള്ള മെച്ചമായ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങുന്ന പല മന്ത്രിമാർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. അതും ഒരു കാരണമാണ്. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിൽ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ കേസെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരിയുടെ പരാതിയിൽ 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. SC/ST വകുപ്പ് പ്രകാരമാണ് കേസ്. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് ലീഗ് പ്രവർത്തകർ പ്രതീകാത്മക ശുദ്ധികലശം നടത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിംഗ് ഗിയറിന്റെയും ടയറിന്റെയും തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. 160 യാത്രക്കാരും സുരക്ഷിതരാണെന്നും പരിശോധനയ്ക്ക് ശേഷം റൺവേ തുറന്നു നൽകിയതായും സിയാൽ അറിയിച്ചു.
ഏറെ അപകട സാധ്യതയുണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് നെടുമ്പാശ്ശേരിയിൽ ഒരു അടിയന്തര ഇടപെടൽ കൊണ്ട് ഒഴിവായത്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്ക് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ടയറിൻ്റെ ഭാഗത്ത് തകരാറുകൾ കണ്ടെത്തിയത്. തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയായിരുന്നു. കരിപ്പൂരിൽ ഇറങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കുന്നു. കാരണം തീർത്തും അപകടകരമായൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ട് തന്നെ അപകടം വളരെയധികം ഈ അടിയന്തര ലാൻഡിങ്ങിൽ പോലും അപകട സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും തിരിച്ചറിവുമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങാനായിട്ട് നിർദ്ദേശം ലഭിച്ചത്. തുടർന്ന് പൈലറ്റ് നെടുമ്പാശ്ശേരിയിലേക്ക് സന്ദേശം അയക്കും. അവിടെ പൂർണ്ണമായ എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അടിയന്തരമായി തന്നെ ഒരുക്കുകയായിരുന്നു. 160 യാത്രക്കാരും അതോടൊപ്പം തന്നെയുള്ള വിമാന ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരെയും തന്നെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ആ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെയും വളരെ അടിയന്തരമായിട്ട് തന്നെ ഇവരെ അവിടെ നിന്ന് മാറ്റുകയും വിമാനം പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഒരു നിരീക്ഷണം എന്ന രീതിയിൽ വന്നിരിക്കുന്നത് ജിദ്ദയിൽ നിന്ന് പറന്നുയരുമ്പോൾ ഏതെങ്കിലും ഒരു തടസ്സ സാഹചര്യം, അതായത് റൺവേയിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടാകാം, അതിൽ തട്ടിയാകാം ആ വിമാനത്തിൻ്റെ ടയറിന് കേടുപാടുകൾ സംഭവിച്ചത് എന്നതാണ് വിലയിരുത്തൽ വരുന്നത്. ഇത് സംബന്ധിച്ച് ജിദ്ദയിലും അതോടൊപ്പം തന്നെ DGCA ഇന്ത്യയിലും ഇത് അടിയന്തര അന്വേഷണം നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സാഹചര്യത്തിലാണ് ടയറുകൾക്ക് ഈ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ വലത് ഭാഗത്തെ 2 ടയറുകളും പൊട്ടിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പറന്നുയരുമ്പോൾ സംഭവിച്ചതാകാം എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലാണുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നു. ഇവിടെ എത്തിയ 160 യാത്രക്കാരെയും തന്നെ കോഴിക്കോടേക്ക് റോഡ് മാർഗം തന്നെ അവരെ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ എയർ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലേക്ക് ഒരു ഗുരുതര സാഹചര്യം ഉണ്ടാക്കാവുന്ന ഈ ഒരു സാഹചര്യം നെടുമ്പാശ്ശേരിയിൽ കൈകാര്യം ചെയ്തത്. കാസർഗോഡ് പട്ടാപ്പകൽ സിനിമാ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ കാറിലെത്തിയ ആന്ധ്രയിൽ നിന്നുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. കർണാടക ഹാസനിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് നഗരത്തിലെ തന്നെ ഒരു ഹോട്ടൽ സമീപം ഇത്തരത്തിൽ പട്ടാപ്പകലാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാളെ ഒരു കറുത്ത കാറിലെത്തിയ ഈ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അവിടെയുള്ള ഈ ഹോട്ടലിലെ സെക്യൂരിറ്റിയാണ് ഇതിൽ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ ഒരു വാഹനം തലപ്പാടി അതിർത്തി കടന്ന് പോയി എന്ന ഒരു വിവരം ലഭിക്കുന്നത്. അങ്ങനെ കർണാടക പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഹാസൻ സകലേശപുരിൽ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ടൗൺ പോലീസ്. നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 ആന്ധ്ര സ്വദേശികൾ അറസ്റ്റിലായിട്ടുണ്ട്. അതോടൊപ്പം 3 പേർ ഈ മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട്, കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണം ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ കലച്ചത്. അതായത് പഴയ നിരോധിക്കപ്പെട്ട 2000 രൂപയുടെ നോട്ട് അത് നൽകാമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്നും ഈ ആന്ധ്ര സ്വദേശികളിൽ നിന്നും പണം വാങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ പണം ഇതിന് പകരം 2000-ന്റെ നോട്ട് ഇവർക്ക് തിരിച്ചു നൽകിയില്ല. അങ്ങനെയാണ് ഒരു 3 ദിവസം മുമ്പ് തന്നെ ഈ ആന്ധ്ര സ്വദേശികൾ ഇവിടെ എത്തുകയും കൃത്യമായി ഇയാളെ നിരീക്ഷിക്കുകയും ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നത് പുറത്ത് വിവരം അറിയുന്നതും പിന്നീട് പോലീസിന്റെ വലിയ തോതിലുള്ള അന്വേഷണം നടത്തുന്നതും വൈകിട്ടോടുകൂടി തന്നെ ഈ സംഘം അറസ്റ്റിലാവും. 150 കിലോമീറ്ററോളം ദൂരത്താണ് ഇവർ പോലീസിന്റെയും ഇത്തരത്തിൽ ഇവരുടെ കണ്ണ് വെട്ടിച്ച് ഈ രക്ഷപ്പെട്ടതെന്ന് ഓർക്കണം. ഏതായാലും സകലേശ്പുരയിൽ നിന്നും ഇയാളെ അടക്കം ഹനീഫിനെ അടക്കം ഈ വാഹനം ഉൾപ്പെടെ പോലീസ് പിടികൂടിയായിരുന്നു. അങ്ങനെ കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നുണ്ട്. ഇതിൽ കാസർഗോഡ് സ്വദേശിയും ഇതിലൊരു കൊട്ടേഷൻ നൽകിയെന്ന വിവരം അറിയുന്നുണ്ട്. ഏതായാലും വലിയ ദുരൂഹത ഈ സംഭവത്തിലുണ്ട്. ഇതൊക്കെ ഇനി പുറത്തറിയാനുണ്ട്. ഇപ്പോൾ ഇവരെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. അശ്വതി. ശരി ബൈജു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഇന്നലെ മസ്കറ്റ് വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നിർണായക കൂടിക്കാഴ്ച നടത്തും.
ചർച്ചയിൽ സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യ, ഒമാൻ രാജ്യങ്ങളിലെ ബിസിനസ് പ്രമുഖർ ഒന്നിച്ച ബിസിനസ് ഫോറത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ വെച്ച് ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. മലയാളികളോട് സുഖമാണോ എന്ന് ചോദിച്ചായിരുന്നു പ്രസംഗം. साथियों, मैं मेरे सामने एक मिनी इंडिया देख रहा हूं. मुझे लगता है यहां बहुत सारे मलयाली भी हैं. सुखमाणो, और सिर्फ मलयालम नहीं, यहां तमिल, तेलुगु, कन्नड़ा और गुजराती बोलने वाले. DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച TVK സ്ഥാപകൻ വിജയ് ഈറോഡ് ജില്ലയിലെ വിജയമംഗലത്ത് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു രൂക്ഷ വിമർശനം. ഭരണപരാജയങ്ങൾ അക്കമിട്ട് നിരത്തിയ വിജയ് തന്റെ കരുത്ത് ജനങ്ങളാണെന്ന് പറഞ്ഞു. കരൂർ ദുരന്തത്തിന് ശേഷം തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കുന്ന വിജയുടെ ആദ്യ റാലിയാണ് ഈറോഡിൽ നടന്നത്. 35,000-ലധികം ജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. உங்களுக்கு நீங்க கொள்ளையடிச்சு வச்சிருக்கிற காசு தான் துணை. ஆனா எனக்கு என் மேல எல்லையில்லா பாசம் வச்சிருக்கிற இந்த மாசு தான் துணை. பெரியார் பேரை சொல்லி கொள்ளையடிக்கிற இவங்க தான் நம்மளுடைய அரசியல் எதிரி. மக்களை நீங்க சொல்லுங்க, நம்மளுடைய அரசியல் எதிரி யாரு? நம்மளுடைய கொள்கை எதிரி யாரு? ரிப்பீட், நம்மளுடைய அரசியல் எதிரி யாரு? நம்மளுடைய கொள்கை எதிரி யாரு? உங்களுக்கு புரியுதுல்ல? எனக்கு அது போதும்யா, எனக்கு வேற எதுவுமே தேவையில்லை. எத்தனை பொய்யான வாக்குறுதிகள். வந்த உடனே நீட்டை ரத்து செய்வோம், கல்வி கடனை ரத்து செய்வோம், கேஸ் சிலிண்டருக்கு மானியமா 100 ரூபாய் தருவோம், என்னெல்லாம் அடிச்சு விட்டுட்டு இன்னி வரைக்கும் கேட்கிறேன், இதெல்லாம் சொன்னாங்களே செஞ்சாங்களா? കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും. അജയ്, കരൂർ ദുരന്തത്തിന് ശേഷം വിജയുടെ രാഷ്ട്രീയ ഭാവി എന്തെന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഇന്നത്തെ റാലി. അതെ, തീർച്ചയായിട്ടും തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് യാതൊരു മങ്ങലും തട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തൻ്റെ ജനപ്രീതിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് വിജയ് അടിവരയിട്ട് പറയുകയായിരുന്നു ഇന്നത്തെ ഈറോഡ് നടന്ന ഈ റാലിയോടുകൂടി. അതുമാത്രമല്ല, ഈ കരൂർ ദുരന്തത്തിൻ്റെ ഒരു കയ്പുനീർ കുടിച്ചിട്ടുള്ളതിനാൽ തന്നെ വളരെയധികം ജാഗ്രതയോടെയായിരുന്നു ഇന്നത്തെ പൊതുപരിപാടിയിൽ വിജയ് എത്തിയത്. അന്ന് കരൂർ ദുരന്തത്തിന് വിജയ് ഏതാണ്ട് 6 മണിക്കൂർ വൈകിയാണ് പങ്കെടുത്തത്. എന്നാൽ ഇന്ന് ഈ ഉദ്ദേശിച്ച സമയത്ത് തന്നെ 11 മണി മുതൽ 1 മണി വരെയായിരുന്നു ഈ റാലിയുടെ സമയമായി നിശ്ചയിച്ചിരുന്നത്. കൃത്യസമയത്ത് തന്നെ റാലി തുടങ്ങുകയും ആ പറഞ്ഞ സമയത്ത് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സുരക്ഷയ്ക്കായിട്ട് മൊത്തം ഈ 35,000 ആളുകളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ വിജയെ കാണാനായി എത്തിയത്. 35,000 പേർക്ക് നിൽക്കാനായി പ്രത്യേകം തിരിച്ച 72 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. 72 ബ്ലോക്കുകളിലും ഓരോ ബ്ലോക്കുകളിലും 400 പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം. ഇവരെ നിരീക്ഷിക്കാനായി TVK പ്രവർത്തകർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. 1,700-ലധികം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. 60 CCTV ക്യാമറകൾ ഈ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ജനങ്ങൾക്ക് കുടിക്കാൻ 2 ലക്ഷം ലിറ്ററിൻ്റെ കുടിവെള്ളം, അതുമാത്രമല്ല 20 കുടിവെള്ള ടാങ്കുകൾ, 20 മൊബൈൽ ബാത്റൂമുകൾ എല്ലാം ഈ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. മാത്രമല്ല, വിജയ് തന്നെ കാണാൻ വേണ്ടി ഒരു ടവറിന് മുകളിൽ വലിഞ്ഞു കയറിയ ആരാധകനെ ശാസിച്ച് താഴെ ഇറക്കുകയും എല്ലാം ഉൾപ്പെടെ ചെയ്തിരുന്നു. നിങ്ങൾ താഴെ ഇറങ്ങിയാൽ മാത്രമേ ഞാനിനി പ്രസംഗം
പ്രസംഗം തുടരൂ, എന്നാലേ നിങ്ങൾക്ക് ഉമ്മ തരൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിജയ് ആളുകളെ അനുനയിപ്പിച്ചുകൊണ്ട് വളരെ സമാധാനപൂർണ്ണമായിട്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം നടത്തിയത്. വിജയുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം അത് തീർച്ചയായിട്ടും എതിരാളികളെ എല്ലാവരെയും മൊത്തത്തിൽ വിമർശിക്കുന്നതായിരുന്നു. DMK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഒരുപാട് വാഗ്ദാനങ്ങൾ നടത്തി, എന്നാൽ ഒന്നും പാലിച്ചില്ല. വാഗ്ദാനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാരാണ് DMK സർക്കാരെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. മാത്രമല്ല BJP തങ്ങളുടെ ആശയപരമായിട്ടുള്ള എതിരാളി BJP ആണെന്ന് അദ്ദേഹം തങ്ങളുടെ അണികളെ ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു പൂർണ്ണമായിട്ട് വിജയ്ക്ക് ഒരു തിളക്കം നൽകുന്നതായിരുന്നു ഇന്നത്തെ റാലി. അജയാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മുന്നേറ്റം. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി പേപ്പർ ബാലറ്റാണ് വോട്ടെടുപ്പിനായി ഉപയോഗിച്ചത്. ഇന്നലെ ആരംഭിച്ച വോട്ടെണ്ണൽ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ പുറത്തുവന്ന ഫലങ്ങളനുസരിച്ച് 346 ജില്ലാ പരിഷത്ത് ഡിവിഷനുകളിൽ 145ഇടത്തും ആം ആദ്മി പാർട്ടിക്കാണ് ജയം. കോൺഗ്രസിന് 30ഉം ശിരോമണി അകാലിദളിന് 26ഉം BSP 3 സീറ്റുകൾ ജയിച്ചപ്പോൾ 45ഇടത്തും ആം ആദ്മി പാർട്ടിക്കാണ് ജയം. 22 ജില്ലാ പരിഷത്തുകളുടെ 347 സോണുകളിലേക്കും 153 പഞ്ചായത്ത് സമിതികളുടെ 2838 സോണുകളിലേക്കുമാണ് ഡിസംബർ 14 വോട്ടെടുപ്പ് നടന്നത്. എതിരില്ലാതെ വിജയിച്ച 349 സ്ഥാനാർത്ഥികളിൽ 339 പേരും ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ്. പ്രഭാസ് ചിത്രം ദി രാജ സാബിന്റെ ഓഡിയോ ലോഞ്ചിനിടെ നായിക നിധി അഗർവാളിന് നേരെ ആരാധകരുടെ അതിക്രമം. ഹൈദരാബാദിലെ ലുലു മാളിൽ വെച്ച് നടന്ന പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ നടി ആൾക്കൂട്ടത്തിനിടയിൽ അകപ്പെടുകയായിരുന്നു. ആരാധകർ നിധിയെ തൊടാനും വസ്ത്രത്തിൽ പിടിച്ചു വലിക്കാനും ശ്രമിച്ചു. തുടർന്ന് ഏറെ പണിപ്പെട്ട വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്ന് വ്യാപക വിമർശനമുണ്ട്. അതേസമയം ഓഡിയോ ലോഞ്ച് നടത്തുന്നതിന് സംഘാടകർ പോലീസ് അനുമതി തേടിയിരുന്നില്ല. മാൾ അധികൃതർക്കെതിരെയും സംഘാടകർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ഹൈദരാബാദ് പോലീസ് വ്യക്തമാക്കി. ഹമാസിനെ തളയ്ക്കാൻ മുസ്ലിം രാജ്യങ്ങളിലെ സേനയെ ഗാസയിലേക്ക് അയക്കാനൊരുങ്ങിയ അമേരിക്ക. അടുത്തയാഴ്ച അമേരിക്കൻ സന്ദർശനം നടത്തുന്ന പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനോട് ട്രംപ് ഇക്കാര്യം ഔദ്യോഗികമായി ആവശ്യപ്പെടും. എന്നാൽ പാകിസ്ഥാനിലെ തീവ്ര മതവാദികൾ ഇതിനെ ശക്തിയുക്തം ചെറുക്കുകയാണ്. മുസ്ലിങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന നേതാവെന്ന നിലയിൽ സ്വീകാര്യത ലഭിച്ചിരിക്കുന്ന മുനീറിന്റെ ചതിയാണിതെന്നാണ് വ്യാപക വിമർശനം. ഗാസ സമാധാന കരാറിൽ ഏറ്റവും കൂടുതൽ ആശങ്കകൾ നിലനിൽക്കുന്ന ഒന്നാണ് അതിൻ്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ. ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുകയും മേഖലയിൽ പുതിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ഹമാസ് ഇതുവരെയും വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ നിലവിൽ വന്ന് 2 മാസം പിന്നിടുമ്പോഴും സംഘർഷം പൂർണ്ണതോതിൽ അയയാത്തത് അമേരിക്കയ്ക്ക് തലവേദനയാകുന്നുണ്ട്. ഗാസയിൽ എത്രയും വേഗം ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കുകയാണ് മുന്നിലുള്ള വഴി. ഈ അവസരത്തിൽ മുസ്ലിം രാജ്യങ്ങളെ ഉപയോഗിച്ച് ഹമാസിനെ വരുതിയിൽ വരുത്തുകയാണ് പുതിയ US തന്ത്രം. ഇന്തോനേഷ്യയെയും പാകിസ്ഥാനെയുമാണ് ട്രംപ് ഇതിനായി സമീപിച്ചത്. പാക് ഫീൽഡ് മാർഷൽ അസീം മുനീർ അടുത്തയാഴ്ച US സന്ദർശിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഗാസയിൽ പാകിസ്ഥാൻ സൈന്യത്തെ വിന്യസിക്കാനുള്ള കരാറിൽ ഒപ്പിടുമെന്നാണ് വിവരം. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പാകിസ്ഥാനിലെ തീവ്ര മതവാദികൾ ഹമാസിനെ നിരായുധീകരിക്കാൻ സ്വന്തം സൈന്യത്തെ വിട്ടുകൊടുക്കുന്നതിനെ ശക്തിയുക്തം എതിർക്കുന്നു. മുസ്ലിങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നേതാവെന്ന നിലയിൽ പേരുകേട്ട അസീം മുനീറിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒന്നാണ് USന്റെ നീക്കം. എന്നാൽ ഇതിൻ്റെ പേരിൽ ട്രംപിൻ്റെ ആവശ്യം മുനീർ കണ്ണുമടച്ച് തള്ളില്ലെന്നാണ് വിവരം. ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായും സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ USനെ പിണക്കുന്നത് ബുദ്ധിയാകില്ല. അസീം മുനീർ തൻ്റെ പ്രിയ ഫീൽഡ് മാർഷൽ ആണെന്ന് ട്രംപ് പൊതുവേദിയിൽ തന്നെ പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ പരമോന്നത നേതാവായി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന മുനീറിന് ട്രംപിൻ്റെ സൗഹൃദം അനിവാര്യവുമാണ്. എന്നാൽ ആവശ്യത്തിന് വഴങ്ങി ഗാസയിലേക്ക് പാക് സേനയെ അയച്ചാൽ അത് അഫ്ഗാനിൽ നിന്നും ബലൂചിസ്ഥാനിൽ നിന്നും ഉയരുന്ന ഭീഷണികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ എന്തു ചെയ്താലും തിരിച്ചടി നേരിടുന്ന ത്രിശങ്കുവിലാണ് അസീം മുനീറും പാകിസ്ഥാനും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണ്ണവില. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,360 രൂപ, പവന് 98,880 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 10,225 രൂപ, പവന് 81,800 രൂപ. വെള്ളി ഗ്രാമിന് 212 രൂപ, കിലോയ്ക്ക് 2,12,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ശ്രീജ ശ്യാം ചേരും. നമസ്കാരം.